വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. അപ്പൊ നമുക്ക് നമ്മുടെ SBI ക്ലർക്കിന്റെ പ്രിലിംസിന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്നിപ്പോ നമ്മുടെ ഫസ്റ്റ് ഷിഫ്റ്റ് കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഫസ്റ്റ് ഷിഫ്റ്റ് എല്ലാവർക്കും വളരെ എളുപ്പമായിരുന്നു എന്നുള്ള രീതിയിലാണ് ആസ്പിറൻസ് നമ്മളോട് പറയുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓരോന്നും ഓരോ എക്സാമും ക്വാണ്ടും റീസണിങ് ഇംഗ്ലീഷും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സാറിന് എന്ത് തോന്നുന്നു, എങ്ങനെ ഉണ്ടായിരുന്നുണ്ടാവും ക്വാണ്ട്? എക്സാം എന്താ സിമ്പിൾ അല്ലേ, പിള്ളേരൊക്കെ പൊളിയാണ്. ഓരോന്നിന്റെ വെയിറ്റേജ് ഒക്കെ കണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി ഓരോ സബ്ജക്ട് വൈസ് കാണാം. അപ്പൊ SBI ക്ലർക്കിന്റെ പ്രിലിംസ് അനാലിസിസ് 2025 ഇംഗ്ലീഷ് എന്ന സബ്ജക്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലവ് ടു താങ്ക് ഈച്ച് ആൻഡ് എവറി സിംഗിൾ വൺ ഓഫ് യു ഔട്ട് ദെയർ. എന്റെ സ്റ്റുഡൻസ്, എന്റെ പ്രിയപ്പെട്ട എല്ലാ സ്റ്റുഡൻസും ഞാൻ നന്ദി പറയുന്നു. കാരണം എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു, എക്സാം ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു വന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും എന്നെ അറിയിച്ചതിന് ഒരുപാട് നന്ദി. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ട്. സോ കുട്ടികൾ അയച്ചത് പ്രകാരം നോക്കുകയാണെങ്കിൽ വേർഡ് സ്വാപ്പ്, എറർ ഡിറ്റക്ഷൻ, വേർഡ് ഇംപ്രൂവ്മെന്റ്, പാരാജമ്പിൾ, RC ഇതൊക്കെയാണ് എനിക്ക് അയച്ചു തന്നേക്കുന്ന മെസ്സേജാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചെന്ന് പറഞ്ഞു. അതായത് വേർഡ് സ്വാപ്പ് ഒരു 4 to 5, എറർ ഡിറ്റക്ഷൻ 4 to 5, വേർഡ് ഇംപ്രൂവ്മെന്റ്, പാരാജമ്പിൾ ആൻഡ് RC ഇങ്ങനെ പറഞ്ഞിട്ടാണ് എനിക്ക് വന്നത്. അപ്പോൾ അതില് വേർഡ് സ്വാപ്പ് അത്യാവശ്യം എളുപ്പമുള്ളതായിരുന്നു എന്നാണ് അവർ ആദ്യം തന്നെ പറഞ്ഞത്. വേർഡ് സ്വാപ്പ് ഭയങ്കര എളുപ്പം നമുക്ക് ചെയ്യാമെന്ന്, വായിച്ചാൽ മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത്യാവശ്യം നമ്മൾ കഴിഞ്ഞ ദിവസം മാരത്തോണിലും വേർഡ് സ്വാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വേർഡ് ഇംപ്രൂവ്മെന്റില് സോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ, SAW സോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ, അത് 3 സെന്റൻസ് തന്നിട്ടുണ്ട്. അതിൽ ഈ വേർഡ് കറക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്, പക്ഷേ വന്നു. ആൻഡ് നമുക്ക് എല്ലാവരും വിശ്വസിക്കുന്ന ദൈവങ്ങളോടെല്ലാം നന്ദി പറയാം. കാരണം എത്തവണ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു ഞാൻ ഒരുപാടധികം വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് വന്ന ക്വസ്റ്റ്യൻ അടുത്തത് ഏതാന്ന് നോക്കാം. നെക്സ്റ്റ് വൺ ഇസ് എറർ ഡിറ്റക്ഷൻ, പാരാജമ്പിൾ ആൻഡ് RC. എറർ ഡിറ്റക്ഷനും അത്യാവശ്യം കുറച്ച് ഗ്രാമാറ്റിക്കലി നമ്മൾ കുറച്ച് ഗ്രാമർ റൂൾസ് ഒക്കെ അറിയാം. അത്യാവശ്യം ഗ്രാമർ നല്ലതായിട്ട് നോക്കിയിട്ട് റൂൾസ് ഒക്കെ വായിച്ച് റിവിഷൻ ചെയ്തൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പാരാജമ്പിൾ ആണ് പിന്നെയുള്ള കുറച്ച് ആൾക്കാർക്കെങ്കിലും ഒരു ഇച്ചിരി ഒരു പ്രശ്നം തോന്നിയത്, അല്ലെങ്കിൽ ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നിയത്. ഫസ്റ്റ് സെന്റൻസ് കണ്ടുപിടിക്കാൻ പറ്റി, പിന്നെ അങ്ങോട്ട് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ ഏതൊരു അമേരിക്കൻ കമ്പനിയെ കുറിച്ച് വന്ന ഒരു പാരാജമ്പിൾ ആണ് എന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് RC, എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്ന RCന്റെ കാര്യത്തിലായിരുന്നു. പക്ഷെ RC ആണ് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു RC ആയിരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഐ വാസ് റിയലി ഹാപ്പി. വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു RC ആയിരുന്നു മിസ്സേ. ഏതാണ് അവർ എനിക്ക് എല്ലാവരും അയച്ച മെസ്സേജ്. അതായത് ഓഷ്യൻ പൊല്യൂഷനെ കുറിച്ചിട്ട് ആയിരുന്നു ഇത്തവണത്തെ RC. അതിനെക്കുറിച്ചും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുമാണ് പറഞ്ഞിരുന്നത്. ആൻഡ് ഞാൻ ഓൾറെഡി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കറണ്ട് ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒക്കെ ആയിരിക്കും അവർ RCയിൽ തരിക. ആൻഡ് ഓഫ് കോഴ്സ് അത് തന്നെയാണ് ഓഷ്യൻ പൊല്യൂഷനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു RC ആണ് വന്നത്. അതും എല്ലാവർക്കും നന്നായി ചെയ്യാൻ പറ്റിയെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അത് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, മിസ്സേ RC നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് RC വായിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും, നമ്മൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല, RC പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ആകെ ഒരു ചെറിയ പ്രശ്നം തോന്നിയത് പാരാജമ്പിളിലാണത്തെ. അപ്പോ ഇനി നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് അയച്ച എല്ലാവരുടെ മെസ്സേജും വെച്ചിട്ട് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത്തവണത്തെ SBI ക്ലർക്ക് പ്രിലിംസ് 2025 ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഈസി ആയിരുന്നു. ഞാൻ SBI POയുടെ പ്രിലിംസിന് ഇംഗ്ലീഷ് മോഡറേറ്റ് ആയിരുന്നു, അത്യാവശ്യം ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു SBI ക്ലർക്കിന്റെ ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടാവും, ഇനി അവർ ഭയങ്കര ടഫ് ആക്കുവോ, പിള്ളേരെ പേടിപ്പിക്കുമോ എന്നൊക്കെ. പക്ഷെ ഇല്ല, ഈസി ആയിരുന്നു എന്നതാണ് ഷിഫ്റ്റ് 1ന്റെ അനാലിസിസ് പുറത്തു വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ പ്രിലിംസ് എല്ലാവരും ക്രാക്ക് ചെയ്യട്ടെ എന്നുള്ളൊരു വളരെ വലിയ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇനി ബാക്കിയുള്ള സബ്ജക്ട്സിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ നമ്മുടെ SBI ക്ലർക്കിന്റെ പ്രിലിംസിന്റെ എക്സാം ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഷിഫ്റ്റ് കഴിഞ്ഞു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു, നമുക്ക് റീസണിങ് സബ്ജക്ട് എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ ഓരോന്നിന്റെയും അനാലിസിസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാകും. അപ്പോൾ എങ്ങനെയായിരുന്നു? അപ്പോൾ പൊതുവിനെ റീസണിങ് എളുപ്പമായിരുന്നു എന്നാണ് നമ്മുടെ എല്ലാ ആസ്പിറൻസും പറഞ്ഞത്. നമ്മുടെ ഓൺലൈൻ സ്റ്റുഡൻസിനും അതേപോലെ തന്നെ നമ്മുടെ ഓഫ്ലൈൻ സ്റ്റുഡൻസിനും ഇന്ന് എക്സാം ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഷിഫ്റ്റ് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാവർക്കും റീസണിങ് വളരെ നന്നായി ചെയ്യാൻ പറ്റിയെന്നാണ് എല്ലാ ആസ്പിറൻസും നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം ഇനി വരാൻ പോകുന്ന ഷിഫ്റ്റിലും ഏതൊക്കെ ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് എക്സാം ഉള്ളവർക്കും ഏതൊക്കെ ടൈപ്പാണ് ക്വസ്റ്റ്യൻ വന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വീക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ.
അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ റീസണിങ്ങിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം, മിസ്ലേനിയസ് സെക്ഷൻ എന്നും പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്നും. മിസ്ലേനിയസിൽ നിന്ന് നമ്മളോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഒന്നാമത്തേത് ആൽഫ ന്യൂമറിക് സീരീസ് ആണ് ഫസ്റ്റ് ചോദിച്ചത്. അതിൽ ആൽഫ ന്യൂമറിക് സീരീസിൽ തന്നെ ആൽഫബറ്റ് ടെസ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ മുന്നോട്ടുള്ള ഷിഫ്റ്റുകളിലും ചിലപ്പോൾ ആൽഫബറ്റ് ടെസ്റ്റ് തന്നെ ആയിരിക്കണം എന്നില്ല, മിക്സഡ് സീരീസോ നമ്പർ ടെസ്റ്റോ ഏത് വേണമെങ്കിലും ചോദിക്കാം. വളരെ എളുപ്പമായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആൽഫ ന്യൂമറിക് സീരീസ് ആയിരുന്നു ഫസ്റ്റ് ഷിഫ്റ്റിൽ ഉണ്ടായിരുന്നത്. ദെൻ ഇൻഇക്വാളിറ്റി സിംഗിൾ സ്റ്റേറ്റ്മെന്റും ഉണ്ടായിരുന്നു, ഡബിൾ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള, പക്ഷെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഇൻഇക്വാളിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇൻഇക്വാളിറ്റി നമ്മൾ 1 മിനിറ്റിൽ 5 ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. സോ വളരെ ഈസി ആയിട്ടുള്ള ഇൻഇക്വാളിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ സിലോജിസം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് മാരത്തോൺ സമയത്ത് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇഷ്ടം പോലെ സിലോജിസം ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ മാരത്തോണിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൺലി എ ഫ്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻസും സിലോജിസത്തിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ മീനിങ് ഫുൾ വേർഡ്, അത് ഇപ്പൊ നമ്മുടെ ആസ്പിറൻസ് പറഞ്ഞത് ചിലർ സമയം കിട്ടിയവർ അത് ചെയ്തു, പക്ഷെ റിസ്ക് എടുക്കണ്ട എന്ന് കരുതി സ്കിപ്പ് ചെയ്തവരാണ് കുറെ ആൾക്കാരും. അപ്പോൾ മീനിങ് ഫുൾ വേർഡ് അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് ചെയ്യാം. ദെൻ ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഡയറക്ഷൻ ഓഫ് വൺ പേഴ്സൺ വിത്ത് റെസ്പെക്ട് ടു അനദർ വൺ, അതേപോലെ തന്നെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബേസ്ഡ് ക്വസ്റ്റ്യനും സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ദെൻ കോഡിംഗ് ഡീകോഡിംഗിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇത്രയുമാണ് നമ്മളുടെ മിസ്ലേനിയസിൽ നിന്ന് ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് എളുപ്പമായിട്ട് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ പസിൽസിലേക്ക് വരാം. പസിൽസിൽ നമ്മളോട് അൺസർട്ടൈൻ പസിൽ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് ലീനിയർ അൺസർട്ടൈൻ പസിൽ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് ഷിഫ്റ്റിൽ, അതായത് ഫസ്റ്റ് ഷിഫ്റ്റ് എക്സാം എഴുതിയ ആസ്പിറൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ 12% ആണോ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ആസ്പിറൻസ് പറഞ്ഞത് 12% ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അൺസർട്ടൈൻ, ലീനിയർ അൺസർട്ടൈൻ പസിൽ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ മന്ത് ആൻഡ് ഡേറ്റ് ബേസ്ഡ് പസിൽ ഉണ്ടായിരുന്നു. അതായത് 4 മാസം 2 തീയതി 7 or 20 ആണ് നമ്മളോട് ആസ്പിറൻസ് പറഞ്ഞത്. അപ്പോൾ മന്ത് ആൻഡ് ഡേറ്റ് ബേസ്ഡ് പസിൽ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. ഈ മാരത്തോണിലും ഈ പറഞ്ഞതുപോലെ ലീനിയർ അൺസർട്ടൈനും അതേപോലെ തന്നെ മന്ത് ആൻഡ് ഡേറ്റ് ബേസ്ഡ് പസിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 2.5 മണിക്കൂർ 3 മണിക്കൂറുള്ള നമ്മളുടെ മാരത്തോൺ സെഷനിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അതേപോലെ തന്നെ ഫ്ലോർ പസിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 34 ഒക്കെ അറ്റംപ്റ്റ്, അതായത് മീനിങ് ഫുൾ വേർഡ് ഒഴികെ 34 ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്ത ഒരുപാട് ആസ്പിറൻസ് നമുക്കുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റ് ഈസി ആയിരുന്നു റീസണിങ്ങിന്റെ കേസ് പറയുകയാണെങ്കിൽ. അപ്പോൾ മുന്നോട്ടുള്ള ഷിഫ്റ്റുകളിലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഹായ് എവരിവൺ, വെൽക്കം ടു സൈലം ബാങ്കിങ്. നമ്മുടെ SBI ക്ലർക്കിന്റെ ഫസ്റ്റ് ഷിഫ്റ്റ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം മെസ്സേജ് അയച്ചിരുന്നു ടെലഗ്രാമിൽ, എന്താണ് സാർ എക്സാം എളുപ്പമായിരുന്നു, കുറച്ച് പേർക്ക് എന്താ കുറച്ച് ഈസി ടു മോഡറേറ്റ് ആയിരുന്നു, ചില ക്വസ്റ്റ്യൻസിൽ സ്റ്റക്ക് ആയിപ്പോയി എന്നെല്ലാം കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഈ എക്സാം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക. അതായത് ഈ എക്സാം കൊണ്ട് നെക്സ്റ്റ് വീക്കിൽ എക്സാം വരുന്നല്ലേ, ആ എക്സാമിന് എങ്ങനെ ഇതൊക്കെ യൂസ് ആവുമെന്ന് നോക്കാം. ഓക്കെ, നോക്കിയാലോ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സിംപ്ലിഫിക്കേഷൻ ഓൾമോസ്റ്റ് 10 to 12 ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. 10 to 12 ക്വസ്റ്റ്യൻസ് ആണ് സിംപ്ലിഫിക്കേഷൻ വന്നത്. എല്ലാം ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരു ക്വസ്റ്റ്യൻ മാത്രം ചെറുതായിട്ടൊന്ന് സ്റ്റക്കായി വന്നു, നമ്മളത് മാനേജ് ചെയ്തെന്ന പിള്ളേർ പറഞ്ഞു. അപ്പോൾ നോക്കിയാൽ ഓൾമോസ്റ്റ് 10 to 12 മാർക്സ് എവിടെയാണ്, 10 to 12 ക്വസ്റ്റ്യൻസ് സിംപ്ലിഫിക്കേഷൻ വന്നത്. അവർ പറഞ്ഞത് റോങ് നമ്പർ സീരീസ് അല്ലെങ്കിൽ മിസ്സിംഗ് നമ്പർ സീരീസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടില്ല, നമ്പർ സീരീസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. അതിനർത്ഥം എന്താ, സിംപ്ലിഫിക്കേഷൻ 10-12 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആ 12 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു. നോക്കിക്കപ്പോൾ നമ്മൾ 12 ക്വസ്റ്റ്യൻസ് ഓക്കെ ഇല്ലേ. അതിനുശേഷം നമ്പർ സീരീസോ ക്വാഡ്രാറ്റിക് ഇക്വേഷനോ ക്വസ്റ്റ്യൻസ് അധികം ഉണ്ടായിരുന്നില്ല എന്നാണ് വന്നത്. ഓക്കെ അല്ലേ. ഇതിന് ശേഷം പിന്നെ അവർ ചെയ്തെന്താ, ഡാറ്റ ഇന്റർപ്രിട്ടേഷനും കാസ്റ്ററ്റും അല്ലെ. ഡാറ്റ ഇന്റർപ്രിട്ടേഷനും കാസ്റ്ററ്റും ഓൾമോസ്റ്റ് 2 ക്വസ്റ്റ്യൻസ്, അതായത് 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് അല്ലെ. ഓൾമോസ്റ്റ് 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വന്നു. ഒരു ബോക്സ് ടൈപ്പ് അല്ലെ, ടേബിൾ ടൈപ്പ് ബോക്സ് ടൈപ്പ്, ബാർ ഗ്രാഫിന്റെ ഒരു ബോക്സ് ടൈപ്പ് ടേബിളിലും ബാർ ഗ്രാഫിന്റെ ഒരു DI ആണ് വന്നത്. എനിക്ക് ഓർമ്മ സോൾഡ് അൺസോൾഡ് ഐറ്റംസിന്റെ മന്ത്ലി കൺസെപ്റ്റില് സോൾഡ് അൺസോൾഡ് ഐറ്റംസിന്റെ ഒരു DI ആണ് വന്നതെന്ന് പറഞ്ഞു. ഓർമ്മയുള്ളവർ പറഞ്ഞത് സോൾഡ് അൺസോൾഡ് അത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മളിത് ഒരുപാട് ടൈപ്പ് DI നമ്മുടെ ലൈവ് സെഷൻസിലും ക്ലാസ്സിലും ഡിസ്കസ് ചെയ്താണ്. സോൾഡ് അൺസോൾഡിന്റെ എക്സും വൈയും സെറ്റും ഇത്ര 3 ആളുകളാണ് ഇന്ന മന്ത് ജനുവരി ഫെബ്രുവരിയിലൊക്കെ സോൾഡ് അൺസോൾഡ് ഐറ്റംസിന്റെ വിത്ത് റെസ്പെക്ട് ടു റേഷ്യോ പെർസെന്റേജിന്റെ ഒരു DI വന്നു. അതും ഈസിയായി സോൾവ് ചെയ്യാൻ പറ്റി. 2 ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു പറഞ്ഞേ. അവർ ഓർത്തെടുത്ത് പറഞ്ഞത് സിംഗിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമ്പർ സീരീസിന് ക്വസ്റ്റ്യൻസ് ഇല്ല. സിംപ്ലിഫിക്കേഷനിൽ ഓൾമോസ്റ്റ് 10 to 12 ക്വസ്റ്റ്യൻസ് വന്നു. DI 2 ക്വസ്റ്റ്യൻസ് വന്നു. ഒന്ന് സിമ്പിൾ ആയിട്ട് ബാർ
പാരഗ്രാഫിന്റെയാണ് ടേബിൾ ഡി. അപ്പൊ നമ്മൾ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ആൻസർ. ഓൾമോസ്റ്റ് നോക്കിക്കേ 12 ക്വസ്റ്റ്യൻസ്, ഇവിടെ ഒരു 10 മാർക്ക് അല്ലെ, 10 to 12 മാർക്ക് പോകുന്നു. ഈ എന്താ പോകുന്നത്, അരിത്തമെറ്റിക്കിലേക്ക് പോകും. അരിത്തമെറ്റിക്കിന്റെ ക്വസ്റ്റ്യൻസിന്റെ കേസ് പറഞ്ഞാൽ എന്താ, എല്ലാം സിമ്പിൾ ആയിരുന്നു. പ്രത്യേകം പറഞ്ഞത് എന്താണ്, സക്സസീവ് പെർസെന്റേജിന്റെയും രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ നോർമലി നമ്മുടെ മിക്സ്ചർ അലിഗേഷൻ, മെൻസുറേഷൻ, എസ് ഐന്റെ 2 ക്വസ്റ്റ്യൻസ്, എസ് ഐന്റെയും സി ഐന്റെയും 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് പറഞ്ഞു. എല്ലാം കറക്റ്റ് ഓർത്തെടുത്തിട്ടില്ല, എന്നാലും ഓൾമോസ്റ്റ് എന്താണ് അരിത്തമെറ്റിക് ഒരു 10 to 12 ക്വസ്റ്റ്യൻസ്, അരിത്തമെറ്റിക്കിന്റെയും ഒരു 10 to 12 ക്വസ്റ്റ്യൻസ് വന്നെന്നാ പറഞ്ഞു അല്ലെ. അപ്പൊ നോക്കിക്കുക, അധികം എക്സാം എന്താ ടഫായോ, നമ്മൾ എക്സാമിന് മുമ്പ് പറഞ്ഞു എക്സാം ടഫ് ആയിരിക്കുമോ, പാറ്റേൺ ചേഞ്ച് ഉണ്ടാവോ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ക്ലാസ് ടൈമിൽ ഡിസ്കസ് ചെയ്താൽ. അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് ഞാൻ പറഞ്ഞിരുന്നു, ഒന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് സിമ്പിളും ആവില്ല, ഒരുപാട് എന്താണ് നമുക്ക് ടഫ് ആവില്ല, ഒരു മോഡറേറ്റ് ലെവൽ എക്സാം പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ നോക്കിക്കേ, അടുത്തൊരു ഷിഫ്റ്റിൽ പോകുന്ന കുട്ടികൾ എന്താ ശ്രദ്ധിക്കണ്ടേ, ഇതേ ടൈപ്പിൽ അടുത്ത ഷിഫ്റ്റിന് വരുന്ന നിർബന്ധമുണ്ടോ, ഇല്ല. ഇതെല്ലാം പാറ്റേൺ എന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷൻ 5 ക്വസ്റ്റൻസ് ആയിരിക്കാം, നമ്പർ സീരീസോ ക്വാഡ്രാറ്റിക് ഒക്കെ കയറി വരാം. അപ്പോൾ ഒരിക്കലും ഇത് 10% ഇതേപോലെ അങ്ങോട്ട് എന്താണ് പേസ്റ്റ് വരണം, കോപ്പി പേസ്റ്റ് വരണം എന്നില്ല. അനലൈസ് ചെയ്യാം. നോക്കി ചിലപ്പോൾ അരിത്തമെറ്റിക്കിന്റെ ക്വസ്റ്റൻസ് നെക്സ്റ്റ് ഷിഫ്റ്റിൽ കുറച്ച് ടഫ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ പ്രിപ്പറേഷനിൽ മാറ്റം വരുന്നത്, കൂൾ ആയിരിക്കുക, കാം ആയിരിക്കുക, നെക്സ്റ്റ് ഷിഫ്റ്റിന് എക്സാമിന് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇത്ര കാലം എന്താണോ പഠിച്ചത് അത് അങ്ങോട്ട് എന്ത് ചെയ്യുക, നേരെ കൊണ്ടുപോയിട്ട് എക്സാം ഹോളിൽ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. എത്രയേ ഉള്ളൂ. നോക്കിക്കേ, മെയിനായിട്ട് ഞാൻ പറയാം, സിംപ്ലിഫിക്കേഷൻ 5 മാർക്കേ വരത്തുള്ളൂ, കുറവായിരിക്കും, അതുകൊണ്ട് നമുക്ക് എക്സാം ടഫ് ആവും. ക്വാഡ്രാറ്റിക്കിന്റെ മാർക്ക് 5-ൽ 4 ഒക്കെ സിമ്പിൾ ആയിരിക്കും, ബാക്കി ഒരു മാർക്ക് പോവോ എന്ന് കുറെ പിള്ളേർ ചോദിച്ചിരുന്നു. നോക്കിക്കേ, നമുക്ക് 10 to 12 മാർക്ക് സിംപ്ലിഫിക്കേഷൻ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നല്ലേ. അപ്പൊ മാക്സിമം നമ്മുടെ സ്ട്രോങ് ഏരിയസ് പുട്ട് ചെയ്യുക, എന്താ എക്സാം ഒന്നും കൂടി ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഷിഫ്റ്റ് അടുത്ത സൺഡേസ് ഒക്കെ എക്സാമുകളാണ്, 27-ാം തീയതി എക്സാമുകളാണ്. അപ്പൊ എന്ത് ചെയ്യുക, ഈ ഒരു കറക്റ്റ് പാറ്റേൺ നിങ്ങൾക്ക് ഫോളോ ആയിട്ട് വരണം എന്നില്ല. അപ്പൊ എന്ത് ചെയ്യുക, ഒന്നും കൂടി നമ്മുടെ ഏരിയസ്, നമ്മുടെ സ്ട്രോങ് ഏരിയസിൽ വീണ്ടും വർക്കൗട്ട് ചെയ്യുക, പുതുതായിട്ടൊന്നും പഠിക്കാതിരിക്കുക, ഒരുപാട് ടെൻഷൻ അടിക്കാതിരിക്കുക. അപ്പൊ ഈ ഒരു സെഷൻ കൊണ്ട്, ഈ ഒരു വെയിറ്റേജ് ഓഫ് മാർക്സ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അനലൈസ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അടുത്തൊരു സെഷൻ ഒന്നുകൂടി ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, ഈ ഒരു ദിവസങ്ങൾ ടെൻഷനൊന്നും അടിക്കാതെ സിമ്പിളായിട്ട് പഠിക്കാൻ എല്ലാവരും എന്ത് ചെയ്യുക, പ്രിലിംസ് ക്രാക്ക് ആവട്ടെ. മെയിൻസിലേക്ക് നമുക്കെല്ലാം വീണ്ടും ഒരുമിച്ച് കാണാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, താങ്ക് യു.